എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യാതൊരു പ്രതിസന്ധിയും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. മാർച്ച് 4 മുതൽ 25 വരെ പരീക്ഷ എഴുതി. ഇതിൽ കുറെ അക്കങ്ങളാണ് വരുന്നത്, കണക്കുകൾ. ബെസ്റ്റ്. സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ഇത് ഞാനൊരു വളരെ നന്നായിട്ട് അറിയായിരുന്നു ഇതിന്റെ കണക്കുകൾ ആധികാരികമായിട്ട് തന്നെ പല പ്രാവശ്യം ചർച്ച ചെയ്ത് തയ്യാറാക്കിയ കണക്കുകളാണ്. കണക്കുകളിലൊന്നും യാതൊരു തെറ്റും വരാൻ സാധ്യതയില്ല. മറ്റെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ മറുപടികൾ വസ്തുതക്ക് നിരക്കുന്നതല്ല സാർ. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മന്ത്രി ഈ കണക്കുകൾ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള നിയമസഭയിലാണ്. നിയമസഭയിൽ വസ്തുതാവിരുദ്ധമായ കണക്കുകൾ ഔദ്യോഗികമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവകാശ ലംഘനത്തോളം വരുന്ന കാര്യമാണ് സാർ. വീട്ടില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് തിരിച്ചടി തന്നെയാണ്. പൊട്ടിപ്പാളിസായില്ലേ. ഇവിടെ ജനങ്ങളുടെ പ്രശ്നം പറയാനാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കല. അതെന്ത് ശരിയായ രീതിയാ? അപ്പൊ നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. കൊല്ലത്തിൽ നിങ്ങൾ 1000 ബാർ കൊടുത്തില്ലേ? ഞങ്ങൾ ഈ ഭരണഘട്ട് പോകുമ്പോ 27 ബാറേ കേരളത്തിലുള്ളൂ. ഇന്ന് 1000 ചില ബാറുണ്ട്. എങ്ങനെ ഇരിക്കണം? 8 കൊല്ലം കൊണ്ട് 1000 ബാർ കൊടുത്ത നിങ്ങൾ 8 കൊല്ലത്തിനുള്ളിൽ കുട്ടികൾക്ക് പഠിക്കാൻ യാതൊരു കൊടുത്തില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. പിന്നെ പറയുന്നത് മാർജിനൽ ഇൻക്രീസ് ഉണ്ടെന്നാ. മാർജിനൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? 50 കുട്ടി പഠിക്കേണ്ട ക്ലാസ്സിൽ 65 കുട്ടിയെ പഠിപ്പിക്കുകയാണ് മാർജിനൽ ഇൻക്രീസ്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതി ഞങ്ങൾ അസ്വസ്ഥരാണ്. പക്ഷെ മൈക്ക് എടുത്ത് സംസാരിക്കേണ്ടി വരും. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അധ്യാപക വിദ്യാർത്ഥി അനുപാതം എത്ര? 1:40 ആണ്. RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം?